അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് റമളാൻ്റെ 3-ാം ദിവസം. ഇന്ന് നമുക്ക് നമ്മുടെ നാവിനെ കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ നാവ് അള്ളാഹുവിനെ സ്മരിക്കാൻ കഴിയുന്ന പവിത്രമായ നാവ്. എന്നാൽ ആ നാവ് കൊണ്ട് ആരെയെങ്കിലും വേദനിപ്പിക്കാനും നമുക്ക് കഴിയും. നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന വാക്കുകൾ കാരണം വേദനിക്കുന്നവരുണ്ടാകും. നമ്മുടെ ദേഷ്യത്തിൻ്റെ പുറത്ത് നമ്മൾ പറയുന്ന കടുപ്പമുള്ള വാക്കുകൾ കാരണം വേദനിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ടാകും. ഇതൊന്നും കൂടാതെ ഒരു വ്യക്തിയെക്കുറിച്ച് അയാൾ അറിയാതെ നമ്മൾ പറയുന്ന വാക്കുകൾ, ഒരു വ്യക്തിയെക്കുറിച്ച് അയാളെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരാളോട് പറയുന്ന വാക്കുകൾ, ഒരു വ്യക്തി അറിയാതെ പറയുന്നത്, അതുപോലെ മറ്റുള്ളവരെ അവഗണിക്കാൻ വേണ്ടി നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ വാക്കുകൾ. എത്ര ഹൃദയങ്ങൾ നമ്മുടെ ഒരു വാക്ക് കൊണ്ട് വേദനിച്ചിട്ടുണ്ടാകും. ഒരു നിമിഷം ഒന്ന് പിന്നിലേക്ക് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഇത്രയും കാലമുള്ള ജീവിതത്തിൻ്റെ ഓരോ നാളുകളിലും ഓരോ സാഹചര്യങ്ങളിലും നമ്മുടെ വാക്കു കാരണം എത്ര ആളുകൾ വേദനിച്ചിട്ടുണ്ടാകും. അത് നമുക്കൊരു പക്ഷേ ഓർത്തെടുക്കാൻ പോലും പ്രയാസമുള്ള അത്രയും ഉണ്ടായെന്ന് വരാം. ആ വാക്കുകളെക്കുറിച്ച് ഒരു നിമിഷം ആലോചിച്ച് ഇന്ന് അള്ളാഹുവിനോട് തുറന്നു പറയാം. അള്ളാഹുവേ, എൻ്റെ നാവ് പലപ്പോഴും എന്നെ നശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വേദനിച്ചവർ ഉണ്ടെങ്കിൽ അതെൻ്റെ തെറ്റാണ്. എന്നോട് നീ പൊറുക്കണമേ. എൻ്റെ നാവിനെ നീ നിയന്ത്രിക്കണമേ. അത് നിൻ്റെ സ്മരണക്കായി മാത്രം ഉപയോഗിക്കാൻ എന്നെ സഹായിക്കണമേ. ഞാൻ അറിയാതെയും അറിഞ്ഞും പറഞ്ഞ വാക്കുകൾ കാരണം വേദനിക്കുന്നവരുണ്ടെങ്കിൽ ആ വേദന അവരിൽ നിന്ന് നീ മാറ്റിക്കൊടുക്കണേ. അവർക്ക് എല്ലാം എളുപ്പമാക്കി കൊടുക്കണേ. എനിക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ. റമദാൻ നോമ്പ് വെറും ഭക്ഷണം വിട്ടിരിക്കുക മാത്രമല്ല, നമ്മുടെ നാവിനെയും സംരക്ഷിക്കാനുള്ള മാസം കൂടിയാണ്. അതിനാൽ ഇന്നു മുതൽ നമ്മുടെ വാക്കുകൾ ഒരു ദുആ ആകട്ടെ, ഒരു ആശ്വാസമാകട്ടെ. നമ്മൾ അറിഞ്ഞു വേദനിപ്പിച്ചവർക്ക് വേണ്ടിയും നമുക്ക് ദുആ ചെയ്യാം. അവരുടെയും നമ്മുടെയും തെറ്റുകൾ അല്ലാഹു പുറത്തു തരട്ടെ. ദിവസവും മതപരമായ ക്ലാസുകൾ, സംസാരങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഇസ്ലാമിക് മൈൻഡ് സെറ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാവുന്നതാണ്. ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നു.